വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നിക്കേഴ്സ് പുഡിംഗാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്കിത് ഉണ്ടാക്കാൻ വളരെ ചെറിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ. സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ സ്നിക്കേഴ്സ് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 മാരിഗോൾഡ് ബിസ്ക്കറ്റാണ്. ഈ ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡൈജസ്റ്റീവോ അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റോ മറ്റേതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 20 മാരിഗോൾഡ് ബിസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച ബിസ്ക്കറ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റും ബട്ടറും കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബിസ്ക്കറ്റ് മുഴുവൻ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ നിരത്തിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ട്രേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ രണ്ടാമത്തെ ലെയർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഞാനിത് കേക്കിന് ഉപയോഗിക്കുന്ന ഫിയോണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് മധുരമുള്ളൊരു വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ കൂടുതൽ മധുരം ചേർക്കില്ല. അപ്പോൾ നിങ്ങൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫായി മാറുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണെങ്കിൽ ഒരു 1/2 കപ്പെങ്കിലും മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ടി വരും, മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ചീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതങ്ങ് ഒഴിവാക്കിയാൽ മതി. ചേർക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കുക, ഇല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രിട്ടാനിയയുടെ ക്രീം ചീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. ഞാൻ നാട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഈ ഒരു ബ്രാൻഡാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ക്രീം ചീസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു സ്പാച്ചുല വെച്ച് നമുക്ക് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കശുവണ്ടി ചേർക്കണം. ഞാനിവിടെ റോസ്റ്റ് ചെയ്ത കശുവണ്ടി 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിലക്കടലയാണ് ഉള്ളതെങ്കിൽ റോസ്റ്റ് ചെയ്ത നിലക്കടല ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് നിലക്കടല ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്ത കശുവണ്ടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ട്രേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ട്രേയിലേക്ക് ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഒരേപോലെ നിരത്തിയതിന് ശേഷം നമുക്കിത് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് 3ാമത്തെ ലെയർ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. അപ്പോൾ 3ാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 12 സ്നിക്കേഴ്സാണ്. അപ്പോൾ ഇത് ചെറിയ ചോക്ലേറ്റാണ്. വലിയ ബാറാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഒരു 2-3 എണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 12 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്നിക്കേഴ്സ് മുഴുവനും അതിൻ്റെ പൊതിയൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം.
വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്നിക്കേഴ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്നിക്കേഴ്സ് നമുക്കിതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്നിക്കേഴ്സ് നന്നായിട്ട് മെൽറ്റായി വരും. മുഴുവനായിട്ട് ഈ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടണം. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീമിൻ്റെ ആ ചെറിയ ചൂട് തന്നെ മതി, നന്നായിട്ട് മെൽറ്റായിക്കോളും. അപ്പോൾ ചോക്ലേറ്റ് മുഴുവനും നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഈ ചോക്ലേറ്റിന് ഒട്ടും ചൂടൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ചെറുതായിട്ട് തിളച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണല്ലോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ചൂടൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും നിങ്ങൾ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചൂടുണ്ടെങ്കിൽ ഒഴിക്കരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ച പുഡിങ് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഇപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ സ്നിക്കേഴ്സ് ചോക്ലേറ്റ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചോക്ലേറ്റ്, അതായത് ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതായിരിക്കും നല്ലത് മധുരത്തിന് വേണ്ടിയിട്ട്. മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അതിൽ മധുരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിൽ റോസ്റ്റ് ചെയ്ത പീനട്ട്സ് ഇട്ട് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ 3ാമത്തെ ലെയറായിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സ്നിക്കേഴ്സ് ചോക്ലേറ്റ് ഉള്ളത് കൊണ്ടാണ് അത് മെൽറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ സ്നിക്കേഴ്സ് ചോക്ലേറ്റ് കയ്യിലില്ലാത്തവരാണെങ്കിൽ സാധാ ചോക്ലേറ്റ്, കുക്കിംഗ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പീനട്ട്സ് റോസ്റ്റ് ചെയ്തത് പൊടിച്ച് ചേർത്താൽ മതി. ഇതേ രുചി തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ 3rd ലെയറും കൂടി ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് ഒന്നുകൂടി കവർ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. പുഡിംഗ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്നിക്കേഴ്സ് പുഡിംഗ് ഇവിടെ റെഡിയായി. നമ്മൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് മെൽറ്റ് ചെയ്തതുകൊണ്ട് ചോക്ലേറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും ഹാർഡായി പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി കട്ടിയിൽ കിട്ടും ചോക്ലേറ്റ്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയാണ് പുഡിങ്ങിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ചിങ്ങനെ നല്ല അലിഞ്ഞു വരുന്ന രീതിയിലുള്ള ചോക്ലേറ്റോട് കൂടിയിട്ടാണ് ഈ പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഹാർഡായി കഴിഞ്ഞാൽ അത്ര അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെയും ക്രീം ചീസിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു രുചിയാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നിക്കേഴ്സ് കയ്യിലില്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചോക്ലേറ്റിലേക്ക് പീനട്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുഡിങ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്